ഒരു ട്രാവൽ ഏജൻസി. ഓക്കെ, ഞാനത് കാണിക്കാം. ഒരു സാമ്പിൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കാണിച്ചുതരാം. ഒരു ബേസ്ഡ് ഓൺ ട്രാവൽ ഏജൻസി. ഒരു ട്രാവൽ ഏജൻസിന്റെ വെബ്സൈറ്റ് ഞാൻ ലാസ്റ്റ് ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചുതരാം. ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നമ്മൾ എന്ത് ചെയ്യാ, എന്തായാലും അത് ചെയ്യും. കാരണം അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു സാസ് ഫൗണ്ടർ, ഇപ്പോൾ ഡെവലപ്പർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എന്താ ലൈഫ് ലോങ് ഇങ്ങനെ കമ്പനി മാറി ഇന്ന എക്സ്പീരിയൻസ് ആയ ശേഷം കമ്പനി മാറി വർക്ക് ചെയ്യുന്നുള്ളത് മാറിയിട്ട് ഒരു സാസ് ഫൗണ്ടർ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഒരു മൈക്രോ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം, എല്ലാവരും മാറുന്നതായിരിക്കും എന്ത് ചെയ്യുക കുറച്ചുകൂടെ എന്താ എ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൂള് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, വേ ഓഫ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് മാത്രമേ എന്ത് ചെയ്യാം അവരുടെ മുന്നിലുള്ളൂ. പ്രോഫിറ്റ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ അവർ നമ്മളെ പേ ഓഫ് ചെയ്യും. അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവണം. ഒരു സാസ് ഫൗണ്ടർ അല്ലെങ്കിൽ മൈക്രോ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മോഡലിലൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ആപ്പ്, അല്ലെങ്കിൽ ഒരു വൺ ടൈം പേയബിൾ ആപ്പ് ആണെങ്കിലും ആപ്പ് എന്നാണെങ്കിലും പ്രശ്നമില്ല. ജസ്റ്റ് ഒരു പേയിങ് മോഡൽ, അതായത് ഇൻകം വരുന്ന ഒരു ആപ്പ് എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഒരു ബാക്കപ്പ് ആയിട്ട്. കാരണം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേ ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് പോകും. അതേപോലെ ഫ്രീലാൻസർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഒരു വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീലാൻസർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് പോകാം. ഒരുപാട് ഫ്രീലാൻസർ.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഒരു കുറെ വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റുകളിൽ പോയി ചെറിയ ജോബ് കണ്ടുപിടിക്കുക, അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ചെറിയ ഇൻകം മാത്രമേ ഉണ്ടാവൂ, പക്ഷേ എക്സ്പീരിയൻസ് കിട്ടും, കൂടുതൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരു കാറ്റഗറി ഒരു എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ അതുകൂടാതെ ഹൗ ടു സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റഡ് ആയ ഒരാൾ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് വെബ് ആണെങ്കിൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യം HTML, CSS, ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബേസിക് നോളജ്. ജാവാസ്ക്രിപ്റ്റ് മൊത്തമായിട്ട് പഠിക്കുന്നില്ല. ജാവാസ്ക്രിപ്റ്റിന്റെ ES6 എന്ന് പറഞ്ഞ ഒരു ജാവ ഒരു വേർഷൻ ഉണ്ട്. അത് മാത്രം, അതിലുള്ള കുറച്ച് കമാൻഡ്സ് കാര്യങ്ങൾ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, മാപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം ജാവാസ്ക്രിപ്റ്റ് പഠിക്കുക. HTML, CSS-ലും ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കുക. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് പഠിക്കുകയാണെങ്കിൽ. ഇനി അതേപോലെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ബേസിക് നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് റിയാക്ട്, നോഡ്, ഇപ്പൊ എന്താ പറയാ, നമുക്ക് പിന്നെ നമുക്ക് ചൂസ് ചെയ്യണം, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് വേണോ അല്ലെങ്കിൽ ജാങ്കോ ഫ്രെയിംവർക്ക്, പൈത്തൺ ഫ്രെയിംവർക്ക് വേണോ എന്നൊക്കെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഒരു നമ്മളൊരു അടിത്തറ എന്ത് ചെയ്യാം പാകുക. മീൻസ് എനിക്ക് ഈ ഒരു ലാംഗ്വേജ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, അപ്പൊ ഞാൻ ഈ ഒരു ഫ്രെയിംവർക്ക് എടുക്കാം. ഞാൻ ചൂസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്കുകളാണ്. റിയാക്ട്, ഫ്രണ്ട് എൻഡ് റിയാക്റ്റും ബാക്ക് എൻഡ് നോഡ് ജേസും വരുന്ന ഒരു ഫ്രെയിംവർക്കുകളാണ് ഞാൻ ചൂസ് ചെയ്തത്, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ. ഇപ്പൊ ഡാറ്റാബേസ് എന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും. MongoDB ഉണ്ട്, MySQL ഉണ്ട്, അതേപോലെ കുറെ SQL ബേസ്ഡ് ഡാറ്റാബേസുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളത് ചൂസ് ചെയ്യാം. അപ്പൊ MongoDB കുറച്ചുകൂടെ ട്രെൻഡിങ് ആയ ഡാറ്റാബേസ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യും, MongoDB ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡെവലപ്മെന്റ് വന്നത്. അതായത് മേൺ എന്ന് പറഞ്ഞാൽ MongoDB, Express.js എന്ന് പറഞ്ഞാൽ Node.js-ന്റെ മോളിൽ ഉണ്ടാക്കിയൊരു ഫ്രെയിംവർക്കാണ് ബാക്ക് എൻഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം MongoDB, Express.js, React.js, Node.js. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡെവലപ്മെന്റ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്തെടുക്കാം. ഇനി അതല്ല ആംഗുലർ ആണെങ്കിൽ മീൻ സ്റ്റാക്ക് കണ്ട് വേറെ ഇടുന്നുണ്ട്. ആംഗുലർ റിയാക്ടിന് വേറെ എന്ത് ചെയ്യും, ആംഗുലർ കയറും അവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണം എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യാ, എനിക്ക് ജാവാസ്ക്രിപ്റ്റും പഠിക്കണം, പൈത്തണും പഠിക്കണം. പൈത്തണിന്റെ ഫ്രെയിംവർക്കിലും ഞാൻ പഠിക്കും, റിയാക്ടിന്റെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്കും ഞാൻ പഠിക്കുന്ന രീതിയിലാണെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിൽ മുന്നോട്ട് കൊണ്ടുപോകാം കരിയർ. പിന്നെന്ത് ചെയ്യുക, ഈ ഒരു ഫ്രെയിംവർക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാം, അതിലൊരു 5 പ്രോജക്റ്റ് ഉണ്ടാക്കുക. ചെറിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയാൽ മതി, അതൊന്ന് ഹോസ്റ്റ് ചെയ്യുക. പിന്നെ ഗിറ്റബിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക.
ഇതിനെ പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ എന്താ യൂട്യൂബിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഒരു വെബ്സൈറ്റ്, ചെറിയ വെബ്സൈറ്റ് ഉണ്ടാക്കി ഹോസ്റ്റ് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡൊമൈൻ നെയിം ഒന്നും വേണമെന്നില്ല. ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഗിറ്റബിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ആണെന്നുള്ള രീതിയിൽ. അതേപോലെ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതിനുശേഷം വരുന്ന ഇപ്പം എന്താ ഈ ഇന്റേൺഷിപ്സ്, ഫ്രീലാൻസ്, ബിൽഡ് യുവർ ഓൺ സാസ്, ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഇന്റേൺഷിപ്പിനൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ഓരോ കമ്പനീസിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ബേസിക് നോളജ് കിട്ടും. കാരണം ഇൻകം ഒന്നും വന്നില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോളജ് വരും. ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പഠിച്ചു, ഇന്ന സാധനമാണ് പഠിക്കുന്നത്, ബാക്ക് എൻഡ് ഇന്നത് പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി പഠിച്ചു. നമ്മളൊരു എന്താ പറയാ, എൻഡ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എവിടെ എത്താതെ ഇപ്പോൾ എനിക്ക് ഇന്ന ഒരു ഡേറ്റിൽ ഇന്ന പ്രൊജക്ട് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഒരുമിച്ച് പഠിച്ചു പോകും. അപ്പൊ ആ രീതി നോക്കാം ഫ്രീലാൻസും. പിന്നെ ബിൽഡ് യുവർ ഓൺ സാസ്. ഈ സാസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് നമ്മൾ മുന്നിൽ വെക്കണം. അതായത് ഫെബ്രുവരി 21 ഞാൻ തുടങ്ങി, മാർച്ച് 21 എനിക്ക് സാസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർച്ച് 21 മുമ്പിൽ എങ്ങനെയെങ്കിലും അതെന്ത് ചെയ്യണം, തീർക്കാൻ നോക്കണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിനനുസരിച്ചുള്ള ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുക, ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുക, എല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ അത് തീർക്കണം. തീർക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, അത് നമ്മുടെ മൈൻഡിൽ വേണം. ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ റിയാലിറ്റി ചെക്ക്, ട്രൂത്ത് അബൌട്ട് കോഡിങ്. ഇറ്റ്സ് നോട്ട് കോഡിങ് എന്ന് പറയുന്നത് എന്താ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കില്ല ഇവിടെ എല്ലാം. അപ്പോൾ ബേസിക്കലി നമ്മൾ കോഡിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ എന്താ പറയാ, മാപ്പ്, എന്താ ഫോർ ലൂപ്പ്, ഈ ലൂപ്പുകൾ കാര്യങ്ങൾ അങ്ങനത്തെ വരുമ്പോൾ എന്താ പെട്ടെന്ന് ആളുകൾ വിചാരിക്കുന്നത് എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ചാടി ഇറങ്ങും. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കോഡിങ് പഠിക്കാൻ പോയി, ഒരു 1 ഇയർ കോഡിങ് പഠിക്കാൻ പോയി, കുറച്ച് എമൗണ്ട് കൊടുത്ത് അവിടെ ഒരു 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 സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവനൊരു അതിലേക്കുള്ള ഒരു പാഷൻ വരുന്നില്ല. അതായത് ഇപ്പോൾ കോഡിങ് പഠിക്കാന്നുള്ളതല്ല, കോഡിങ് ഒക്കെ അവൻ പഠിച്ചു ഏകദേശം, പക്ഷെ അതിൽ ഇരിക്കാനുള്ള ഒരു പാഷൻ വരുന്നില്ല. റിക്വസ്റ്റ് കൺസിസ്റ്റൻസി, അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൽ ഇരുന്ന് കുറെ പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് കുറെ കോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാം, ഈ കോഡിങ് മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കുറച്ച് പൈസയും കൊടുത്ത് കോഡിങ് പഠിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ട് കോഡിങ് പഠിക്കാന്നുള്ള രീതിയിൽ അത് കുറച്ച് കാലം ഉണ്ടാവും. കാരണം നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇരിക്കണം. പിന്നെ ഡീബഗിങ് ഈസ് നോർമൽ. അതായത് ഇപ്പൊ ചില സമയത്തൊക്കെ ചില ബഗ്ഗുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ദിവസങ്ങളോളം ഇരുന്നിട്ട് അത് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോഡിങ്ങിനോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും. പക്ഷെ അതെന്ത് ചെയ്യാം, അത് നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഗൂഗിൾ ഓർ ചാറ്റ് GPT ഈസ് യുവർ ഫ്രണ്ട്. അതായത് എന്ത് ഇഷ്യൂ അതിലാണെങ്കിലും ഗൂഗിൾ അല്ലെങ്കിൽ ചാറ്റ് GPT ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. ഇപ്പൊ പഠിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും എന്താ ചാറ്റ് GPT അല്ല, ഇപ്പൊ കോഡിങ് എന്ത് ചെയ്യാം, കോഡിങ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആന്റിഗ്രാവിറ്റി പോലത്തെ ടൂളുകൾ യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ത് ചെയ്യാം, അത് ആന്റിഗ്രാവിറ്റിക്ക് അത് ഓൾറെഡി അറിയാം, അതുകൊണ്ടാണ് അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് തരുന്നത്. പക്ഷെ നമുക്കത് അറിയില്ല. നമുക്ക് പഠിക്കണം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ആന്റിഗ്രാവിറ്റി AI ടൂൾസിലൊക്കെ പോവാം. ഓക്കെ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് ഫ്രഷേഴ്സ് മേക്ക്. അതായത് ഇപ്പോൾ ഫ്രഷേഴ്സ് മേക്ക് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 5 ലാംഗ്വേജ് ചിലപ്പോൾ ഒരുമിച്ച് പഠിക്കും. ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, C++, ജാവ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PHP എല്ലാം കൂടെ പഠിക്കുമ്പോൾ എന്താ പറയാ, എല്ലാത്തിനും സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് വരുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ഫ്രെയിം വർക്ക് വന്ന് ഇതിന്റെ മുകളിൽ ആ ഫ്രെയിം വർക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ PHP പഠിച്ച് ചെയ്ത് ആ വെബ്സൈറ്റ് കിട്ടുകയാണെങ്കിലും, റിയാക്ട് ചെയ്ത് പഠിച്ച് കിട്ടുകയാണെങ്കിലും, ആംഗുലർ ചെയ്ത് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിലും ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യും, സെയിം ആയിരിക്കും. കുറച്ചുകൂടെ അപ്പൊ എന്താ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, അതായത് PHP-നെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടുള്ള വെബ്സൈറ്റ് റിയാക്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ ഉള്ളത്, കുറച്ച് അതിൽ ഫോക്കസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ. ഇപ്പോൾ ഇനി ബാക്ക് എൻഡിലേക്ക് ഞാൻ വേറെ ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, 1 or 2. ഇപ്പൊ ഞാൻ പൈത്തണിലുള്ള ബാക്ക് എൻഡ് ചെയ്യാനാണെങ്കിൽ ഓക്കെ, പൈത്തണിലുള്ള
പൈത്തണും ബാക്കെൻഡിലും പിന്നെ ഫ്രണ്ട് എൻഡിലേക്ക് വേണ്ടി ജാവാസ്ക്രിപ്റ്റും ഏതെങ്കിലും ഒന്നോ രണ്ടോ അതിൽ കൂടാൻ പാടില്ല, അത് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രെയിംവർക്കും, അതായത് ഇന്ന ഫ്രെയിംവർക്ക് ഫ്രണ്ട് എൻഡിനും ഇന്ന ഫ്രെയിംവർക്ക് ബാക്ക് എൻഡിനും അത് ചൂസ് ചെയ്തിട്ട് അതിൽ മുന്നോട്ട് പോകും. പിന്നെ നോട്ട് മാസ്റ്ററിങ് ഫണ്ടമെന്റൽസ്, അതായത് നമ്മൾ ഫണ്ടമെന്റലി ഉണ്ടാക്കുന്ന ഒരു നോളജ് എന്തായാലും വേണം. അതായത് ഈ കോഡ് ചെയ്യുമ്പോൾ ഇന്നതാണ് നടക്കുന്നത്, ഈ കോഡിൽ ഇന്നതാണ് നടക്കുന്നത് ഒരു ബേസിക് നോളജ്. അത് നമ്മളിങ്ങനെ ചെയ്ത് അതിൽ വരുന്ന റിസൾട്ടുകളും മിസ്റ്റേക്കുകളും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. പിന്നെ ഫിയർ ഓഫ് അപ്ലൈയിങ് ജോബ്സ്, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു നോളജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഓരോ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ജോബിന് എന്താ പറയുക, കുറെ സൈറ്റുകളുണ്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഓരോ കമ്പനീസിന്റെ വെബ്സൈറ്റ് ഉണ്ടോ, അതിൽ കരിയേഴ്സ് കണ്ടിട്ടുള്ള ലിങ്ക് കാണാം. അതിൽ പോയി നമ്മളെ CV, കറക്റ്റ് ആയിട്ടുള്ള CV കൊടുക്കണം, അതേപോലെ ഗിറ്റബ് പ്രൊഫൈൽ കൊടുക്കണം, അതേപോലെ നമ്മൾ ചെയ്ത പ്രോജക്റ്റിന്റെ ലൈവ് URLs അതിൽ വേണം. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, നമ്മളെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുള്ളത്, നമ്മൾ ഏതൊക്കെ ഏരിയസാണ് കവർ ചെയ്തത്, ജാവാസ്ക്രിപ്റ്റ് ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിന്റെ ഫ്രെയിം വർക്ക് ഏതൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് നോളജ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ ആ റിക്വസ്റ്റിൽ വേണം, ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും, നമ്മൾ അതിൽ അപ്രൂവ് ചെയ്യും. അതിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സെക്ഷനിൽ മസ്റ്റായിട്ട് നോക്കേണ്ടത്, ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം വേറൊരു പ്രിപ്പറേഷൻ ചെയ്യണം. നമ്മൾ എത്ര കോഡിങ് ചെയ്യാൻ പറഞ്ഞാലും, എത്ര വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും, എത്ര മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, വേറൊരു പ്രിപ്പറേഷൻ ചെയ്യണം. ആ ഒരു ഇന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, ഇന്ന ക്വസ്റ്റ്യന് ഞാൻ ഇന്ന മറുപടി പറയണം, പിന്നെ ഇന്ന സിസ്റ്റം ടെസ്റ്റ് ഉണ്ടാവും, അതായത് കോഡ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കറക്റ്റ് നോളജ് വേണം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യാൻ മതി. കാരണം നമ്മളൊരു പ്രൊഫൈലേക്ക് CV ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും. അവിടെ നിന്നുള്ള ഒരു ഇന്റർവ്യൂ സെക്ഷനിലാണ് എന്ത് ചെയ്യുക, അധികം ഫെയിൽ ആയി പോവുക. കാരണം ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യണം നമ്മൾ. പിന്നെ വാച്ചിങ് ട്യൂട്ടോറിയൽസ് വിത്തൗട്ട് ബിൽഡിങ്, വെറും യൂട്യൂബ് വീഡിയോ കണ്ട് ഇങ്ങനെ സമയം പോക്കുക. ഇപ്പോൾ 12 മണിക്കൂറുള്ള യൂട്യൂബ് വീഡിയോ ഉണ്ട്, 6 മണിക്കൂറുള്ള യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഇതിങ്ങനെ കണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനനുസരിച്ച് കണ്ടിരിക്കുന്നതിന് കൂടെ തന്നെ ലൈവായിട്ട് കോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യും, പഠിക്കാൻ പറ്റൂ. പിന്നെ വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് ടൈം, അതായത് പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് ഇന്ന പെർഫെക്റ്റ് ടൈം വരും, ആ സമയത്ത് എല്ലാം ഓക്കെ ആവുന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് എല്ലാം മാറിയുണ്ടാവും. ചിലപ്പോൾ എന്താ പറയാ, അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള സമയത്ത് എന്താ ഉള്ളത് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ സാധനങ്ങൾ അപ്ലൈ ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിക്കുക, പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്. ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അന്ന് പോയി പോകും. പിന്നെ ഫൈനൽ മെസ്സേജ് പറയാനുള്ളത്, പിന്നെ എവരി ബിസിനസ് നീഡ് സോഫ്റ്റ്വെയർ, എല്ലാവർക്കും സോഫ്റ്റ്വെയർ ആവശ്യമാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അതായത് എല്ലാ ബിസിനസ്സിനും സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ ഫീൽഡ് ഒരിക്കലും എന്ത് ചെയ്യുക, സ്റ്റക്കായി പോകില്ല. എവിടേക്കും ജോബ് നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളില്ല. AI വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. അപ്പൊ ആ ഒരു AI ഡെവലപ്മെന്റ് സ്കിൽസ് എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തെടുക്കും. കേരള നീഡ്സ് മോർ പ്രൊഡക്റ്റ് ഫൗണ്ടേഴ്സ്. അപ്പോൾ എന്താ, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം കുറച്ചുകൂടെ എന്ത് ചെയ്യും, മൈക്രോ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് മാറി നമ്മളുടെ ആയിട്ടുള്ള ഒരു സാസ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള എന്ത് ചെയ്യുക, ഓരോ പ്രോഡക്ട്സുകൾ, ജസ്റ്റ് വെറുതെ ഉള്ള പ്രോഡക്റ്റുകളല്ല, അപ്പൊ എന്ത് ചെയ്യുക, എവറി ഡേ ലൈഫിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ ഇഷ്യൂസ്, പ്രോബ്ലംസ്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുന്ന പ്രോഡക്ട്സ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റർ പിച്ചിൽ ചെയ്ത് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, അതിനനുസരിച്ചുള്ള എന്താ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൾക്കാർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എല്ലാവരും നോക്കണം. എനിക്ക് ജോബ് ഓക്കെയാണ്, ജോബിന്റെ കൂടെ നോക്കിയാൽ മതി. അത് ജോബ് മാത്രം സെർച്ച് ചെയ്തിരുന്നാൽ പോരാ, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ ആയിട്ടുള്ള ഒരു പ്രൊഫൈല്, കാര്യങ്ങൾ, പ്രോഡക്ട്സ്, ഇതൊക്കെ എന്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ തിങ്ക് ലോങ് ടേം, അതായത് ഞാനിപ്പോ ഇപ്പോഴത്തെ ഒരു രീതിയിലേക്കല്ല പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നാളെ എന്തായിരിക്കും ഇഷ്യൂസ് വരിക, അപ്പൊ നാളേക്ക് വേണ്ട കുറച്ച് പ്രോഡക്ട്സ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് കൂടുതൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കും, ഞാൻ ഡെവലപ്പ് ചെയ്ത് ആപ്പ് ഡെവലപ്പ് ചെയ്താലും അത് സ്കെയിലപ്പ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. കൃത്യമായിട്ടുള്ള ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതേപോലെ ഇന്ത്യ സ്റ്റാർട്ടപ്പ് മിഷനും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്,
അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ, കാര്യങ്ങൾ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക, സെർവേഴ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് 1 ഇയറിലേക്കൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പം നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്ന ചാർജ് ഇതൊന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ തരുന്നുണ്ട്. ജസ്റ്റ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് അവർ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടെക് കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. അതിനനുസരിച്ചുള്ള എല്ലാ നോളജും കിട്ടിയ ശേഷം മാത്രം എന്ത് ചെയ്യാം, ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടോ? ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ എന്തായാലും ആപ്പ് ഞാൻ എന്തായാലും ഡെവലപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടോ പറഞ്ഞതിൽ? എനിവൺ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു ട്രാവൽ ഏജൻസിന്റെ ഒരു വെബ്സൈറ്റ് വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ഏജൻസിന്റെ ഒരു വെബ്സൈറ്റ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ള രീതിയിൽ എന്താ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആന്റി ഗ്രാവിറ്റി ടൂളാണ്. ഓക്കെ, ഡാറ്റാബേസ് സെലക്ട്. ഓക്കെ, അപ്പൊ ഡാറ്റാബേസ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും എന്താ കുറച്ച് എഫിഷ്യന്റ് ആയ ഡാറ്റാബേസ് എന്നുള്ളത് MongoDB തന്നെയാണ്. പക്ഷെ MongoDB ഇപ്പോൾ എന്താ എല്ലാം നമ്മുടെ എന്താ കൺസെപ്റ്റ് ഒരു ചൂസ് ചെയ്യുന്ന രീതിയിലാണ്. MongoDB വേണമെങ്കിൽ MongoDB യൂസ് ചെയ്യാം. അതേപോലെ MS SQL വേണമെങ്കിൽ MS SQL യൂസ് ചെയ്യാം. ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊന്നും ഇല്ല. കാരണം ഇപ്പൊ MongoDB ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാം ഓരോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. MySQL വരുമ്പോൾ ഓരോ റോസ് കോളംസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്തൊക്കെ പറ്റും. ഓരോ റിലേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഓരോന്നും കണക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താ കുറച്ചുകൂടെ ഒരു മൈക്രോ ലെവലിലുള്ള ഒരു ടൈം ഡിലേ ഉണ്ടാവും. നമ്മൾ അറിയ പോലുമില്ല ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ. MySQL ആണെങ്കിലും MongoDB ആണെങ്കിലും അതിന്റെ കേസിൽ നമ്മൾ അറിയ പോലുമില്ല ആ ഒരു ഡിലേ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ട്രാവൽ ഏജൻസിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഫോൾഡർ ഉണ്ടാക്കി. ജസ്റ്റ് ഒരു ഫോൾഡർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ആ ഫോൾഡറിൽ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ടെർമിനൽ ഉണ്ട്. ഇതാണ് ഒരു AI ഹാൻഡിൽ. ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ടൂളാണിത്. നമ്മളെ VS കോഡ് എന്ന് പറഞ്ഞ ടൂൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. VS കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു ഏജന്റ് ഉണ്ടാവുമല്ലോ എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഇതേപോലെ ഇവിടെ ഒരു ടെർമിനൽ ഉണ്ട്. ഞാൻ ഇതേപോലെ ടെർമിനലിൽ എന്ത് ചെയ്യാം, റണ്ണിങ് കാര്യങ്ങൾ, ആപ്പിൾ റൺ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ നീഡ് എ വെബ്സൈറ്റ് ഫോർ മൈ ട്രാവൽ ഏജൻസി. It should be professional with industry standards.
navigation bar should be transparent, and need a contact section. Use dummy data. നമുക്ക് എന്ത് ഡാറ്റ വേണമെന്നുള്ളത് ഇവർ കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ബേസിക് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഏതൊക്കെ സ്റ്റാക്ക് യൂസ് ചെയ്യണം എന്നുള്ളത്, വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ സ്റ്റാക്ക് യൂസ് ചെയ്യണം കൊടുത്തില്ലെങ്കിൽ അത് അതിനനുസരിച്ചുള്ള സ്റ്റാക്കുകൾ അത് തന്നെ യൂസ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഇപ്പം എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് ഡേയ്സ് യൂസ് Next.js എന്ന് പറയുന്നൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. Next.js for the website. ഈ ഒരു കുറച്ച് കമാൻഡ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ഇതിനനുസരിച്ചുള്ള വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരിക്കും. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്. How do I go about finding good internship opportunities in Kerala? Okay. ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വരുന്നത്. ഏതാ നമ്മൾ തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക ഇന്റേൺഷിപ്പ്, ഏതൊക്കെ കമ്പനീസ് ആണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മെയിൽ ചെയ്യാം. ഓരോ വെബ്സൈറ്റുകൾ ഇപ്പൊ എന്താ പറയാ, ഒരുപാട് കമ്പനീസ് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കമ്പനീസിന്റെ വെബ്സൈറ്റ് പോവുക, അവിടെ എന്ത് ചെയ്യുക, കോൺടാക്ട് സെക്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യുക, ഇവിടെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ അയക്കുക. അപ്പൊ എന്ത് ചെയ്യും, അവരെന്നെ പറയും നിങ്ങൾക്ക് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടേക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പോവുക അവിടെ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാം, നമുക്ക് എന്താ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ ഈ സർട്ടിഫിക്കേഷൻസ് പറയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് റെഫർ ചെയ്തു. നമുക്ക് വേണ്ടത് കുറച്ച് എന്താ, ഞാൻ പറഞ്ഞല്ലേ ഡെവോപ്സിന്റെ കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഈ ഡെവോപ്സിന്റെ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് സർട്ടിഫിക്കേറ്റ്സ് ഉണ്ട്. AWSന്റെ സർട്ടിഫിക്കറ്റ്സ്, ഗൂഗിൾ ക്ലൗഡിന്റെ സർട്ടിഫിക്കറ്റ്സ്, അതേമാതിരി ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ മെറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്താ പറയാ, നമുക്ക് അവിടെ ഒരു കാണിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. മെയിൻലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക. ആ പ്രൊഫൈൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ കരിയേഴ്സിൽ പോയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതേപോലെ കുറെ സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട് നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുണ്ട്. അതേപോലെ UAEs ആണെങ്കിൽ UAEയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ വിസ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. App Store submission is rejected. Was 4.3 spam. The App Store rejection 4.3 spam. ഇത് സെയിം ഡാറ്റ ആണ്. അപ്പോൾ ആകാശ് നന്ദൻ അയച്ചത് ആപ്പ് സ്റ്റോർ റിജക്ഷൻ
ആപ്പ് സ്റ്റോർ സബ്മിറ്റ് ചെയ്യുമ്പോൾ റിജക്ട് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഏത് ആപ്പാണ് അതിൽ സബ്മിറ്റ് ചെയ്തത്? സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ആപ്പാണോ? ഹലോ, ഓഡിബിൾ അല്ലേ? അതെ. ഞാനൊരു ആസ്ട്രോളജി ബേസ്ഡ് ആപ്പാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അത് ആ കാറ്റഗറിയിൽ ഓൾറെഡി ആപ്സ് ഉണ്ട് എന്ന് പറഞ്ഞാണ് റിജക്ട് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും വേയിൽ അറൗണ്ട് നമുക്ക് പോകാൻ പറ്റുമോ സബ്മിറ്റ് ചെയ്യാനായിട്ട്? എന്ത് പോകാൻ പറ്റുമെന്ന്? അല്ല, ആ സബ്മിഷൻ റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ ഒരു ഐഡിയ ചേഞ്ച് ചെയ്യേണ്ടി വരും. ആസ്ട്രോളജി എന്ന് പറഞ്ഞ കാറ്റഗറി എൻ്റയർലി ഒരു ബ്ലോക്ക്ഡ് ആണ് എന്നാണ് പറഞ്ഞത്. സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ? നമ്മൾ ഈ UI കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, കാറ്റഗറി വൈസ് ആണ് പറഞ്ഞത്. ഡേറ്റിംഗ്, അസ്ട്രോളജി അങ്ങനത്തെ കാറ്റഗറി ഉള്ള ആപ്സ് ഒന്നും ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ ബിസിനസ് മോഡൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ ആസ്ട്രോളജി ബേസിൽ ഇപ്പോ എടുക്കാതിരിക്കാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. ഞാനൊക്കെ ആപ്പ് ഓൾറെഡി എന്ത് ചെയ്യും, ഇപ്പൊ ഈവൻ മലയാളത്തിലുള്ള ആപ്പ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ കാലമായിട്ട് അപ്രൂവ് ചെയ്യാത്തൊരു ഇഷ്യൂ വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് മെയിൽ അയക്കുക ചെയ്തത്. മെയിൽ അയക്കുമ്പോൾ ഇന്നൊരു ഇഷ്യൂ ആണ്, അപ്പോ എന്തുകൊണ്ടാണ് അപ്രൂവ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് തരുന്നുണ്ട്. റെസ്പോൺസ് തരും. അപ്പോൾ പറഞ്ഞത് എൻ്റെ കാറ്റഗറി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിളിന്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട്. ഞാൻ പഠിച്ചൊരു കാര്യം എങ്ങനെയാണ്, ഗൂഗിളിന്റെ ആണെങ്കിൽ നമുക്ക് അവരെ ഓൾറെഡി എന്ത് ചെയ്യും, അത്രയും പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഗൂഗിൾ സ്ട്രിക്റ്റ് അല്ല, പ്ലേ സ്റ്റോർ സബ്മിഷൻ അത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ സെയിം ആപ്പ് ആപ്പ് സ്റ്റോറിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് ഈ റെസ്ട്രിക്ഷൻ വന്നത്. ഓക്കെ. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു അപ്രൂവ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെയിലൊക്കെ അയച്ച് ചോദിച്ചു. അവരെ റിജക്ട് ചെയ്യുന്നാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. റിക്കവറി പോസിബിൾ അല്ല കേട്ടോ. കാരണം എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ഹിമ തോമസ് എന്താ സെൻഡ് ചെയ്തേ? ഇതിപ്പോ നമ്മളെ ഈ ആന്റി ഗ്രാവിറ്റിന്റെ ടെർമിനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മളൊരു ഫോൾഡർ മാത്രമേ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് വേണ്ട ഇമേജസ് വരെ ഇത് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇതിന് വേണ്ട കോഡുകൾ ആഡ് ചെയ്തു, ലേ ഔട്ട് ആഡ് ചെയ്തു, അതേപോലെ പേജസ് അതിനനുസരിച്ചുള്ള സ്റ്റൈലുകൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കോൺഫിഗർ ചെയ്തു. കാരണം ഈ അല്ലെങ്കിൽ ഈ ഒരു ടൂൾസ് എല്ലാം വരുന്നതിന് മുമ്പേ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഈ നെക്സ്റ്റ് പ്രോജക്റ്റ് ഒക്കെ കോൺഫിഗർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ വേറെ എന്തോ കാര്യം ചെയ്യുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ അതെല്ലാം ചെയ്യുന്നത്. ആന്റി ഗ്രാവിറ്റി ഓട്ടോമാറ്റിക്കലി ഡാറ്റാബേസ് കണക്ഷൻ ഒക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ മാനുവലി അത് സെറ്റ് ചെയ്യണം. ഈ ഡാറ്റാബേസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് എൻഡ് ഏതാന്നുള്ള രീതിയിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രണ്ട് എൻഡ് മാത്രമേ എന്ത് ചെയ്തു സെറ്റ് ചെയ്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയില്ലേ, ആ ഫോൾഡറിൽ എന്ത് ചെയ്യാം, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്നുള്ള രീതിയിൽ 2 ഫോൾഡർ ആക്കി സെറ്റ് ചെയ്തിട്ട് ആ ഫോൾഡർ എന്ത് ചെയ്യുക, ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാം, ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ എനിക്ക് എന്ത് ചെയ്യണം, നോട്ട് JS എന്ന് പറഞ്ഞ എക്സ്പ്രസ് JS എനിക്ക് ബാക്ക് എൻഡ് സെറ്റ് ചെയ്ത് തരണം. പിന്നെ ഫ്രണ്ട് എൻഡ് എന്നുള്ള ഫോൾഡറിൽ എനിക്ക് റിയാക്റ്റിൽ ഒരു ഫ്രണ്ട് എൻഡ് സെറ്റ് ചെയ്ത് തരണം. എന്നിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ട്രാവൽ ഏജൻസിന്റെ സൈറ്റ് വേണം. ഈ സൈറ്റിൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ടാവും. ആ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇപ്പൊ എന്താ എക്സ്പ്രസ് JS ഉണ്ടാക്കിയ ബാക്ക് എൻഡ് ഇത് ഹാൻഡിൽ ചെയ്യണം.
എക്സ്പ്രസ് ജെ സി എന്ത് ചെയ്യണം? ഇപ്പൊ മോങ്കോ ഡി ബി എന്ന് പറയുന്നത്, മോങ്കോ ഡി ബി പല രീതിയിൽ, ഒന്ന് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ലോക്കലി, അതല്ലെങ്കിൽ മോങ്കോ ഡി ബിന്റെ വേറൊരു മോങ്കോ ഡി ബി പ്ലസ് എന്ന് പറഞ്ഞ വേറൊരു ടൂൾ ഉണ്ട്. ഈ മോങ്കോ ഡി ബി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലൗഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റാബേസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റാബേസിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇതേ ട്യൂട്ടോറിയൽ തന്നെ ഇതേ പ്രോംപ്റ്റ് എന്റെ ടെർമിനലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അതായത് ഇതാണ് ഡാറ്റാബേസിന്റെ ക്രെഡൻഷ്യൽ, ഇതാണ് യൂസർ നെയിം, ഇതാണ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ബാക്കെൻഡും ഫ്രണ്ട് എൻഡും ഉണ്ടാക്കും. ആ ബാക്കെൻഡ് എന്ത് ചെയ്യും? ഡാറ്റാബേസ് ആയിട്ട് കണക്റ്റഡ് ആവും. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതെന്ത് ചെയ്യും? എല്ലാം ഇതന്നെ ഹാൻഡിൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? തരും. ഇതിൽ കുറെ മോഡൽസ് വരുന്നുണ്ട്. ജെമിനി 3, ഗൂഗിളിന്റെ ആന്റിഗ്രാവിറ്റി ഗൂഗിളിന്റെ ആയതുകൊണ്ട് തന്നെ ജെമിനി 3.1 3.1 ഒക്കെ പുതിയതായിട്ട് വന്നതാണ്. 3 ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഇത്. ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ഇതില് കുറെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതിന് ശേഷം വരുന്നെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ഇതേപോലെ നമുക്ക് കേസർ എന്ന് പറഞ്ഞ വേറെ ടൂൾ ഉണ്ട്. അതിന് മന്ത്ലി 2000, അതായത് $20 വരുന്നുണ്ട് കേസറിന്. ആ കേസർ അങ്ങനെ $20 കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്റിഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഈ ടൂൾ വന്നത്. ഈ ആന്റിഗ്രാവിറ്റിയിൽ നമുക്ക് കുറെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്കൊരു വലിയ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ ആന്റിഗ്രാവിറ്റി ധാരാളമാണ്. അതേപോലെ ഇപ്പൊ ഡാറ്റാബേസ് കണക്ഷനും ബാക്കെൻഡ് ഇന്റഗ്രേഷനും എല്ലാം എന്ത് ചെയ്യും? ആന്റിഗ്രാവിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ എന്റെ എറർ വരികയാണെങ്കിൽ ഡീബഗ് ചെയ്യാനും ആന്റിഗ്രാവിറ്റി ചെയ്യും. ഇനി ഈവൻ ഒരു വെബ്സൈറ്റ് പ്രൊജക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് നമ്മൾ ക്രോമിൽ തുറന്ന് ക്രോമിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആന്റിഗ്രാവിറ്റി തന്നെ പോയിട്ട് ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്ത് നോക്കി അത് ഓക്കെ ആണോ എന്നുള്ളത് തരും. അതായത് ഒരു ടെസ്റ്റർ ചെയ്യുന്ന പണി എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിഗ്രാവിറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ എന്ത് ചെയ്യാം? അവെയർ ആയിരിക്കണം. അതായത് ഞാൻ ടെസ്റ്റിംഗ് കരിയറിലാണ് പോകുന്നത് വെച്ചിട്ട് മാനുവൽ ടെസ്റ്റിംഗ് ആണെന്ന് വെച്ചിട്ട് എന്താ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നോക്കരുത്. നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ അവെയർ ആയിരിക്കാം. എല്ലാം കൊണ്ട് പറ്റുന്നില്ല. ഒരു 80% ഒക്കെ എന്ത് ചെയ്യാം? കൊണ്ട് എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബാക്കി 20 എന്ത് ചെയ്യാം? കമാൻഡ് ഇപ്പൊ ഞാൻ കൊടുത്തത് എന്താ, നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞ സാധനം വേണം എന്നുള്ളത് ഞാൻ പറയുന്നത് നെക്സ്റ്റ് കേസിനെ പറ്റി എനിക്ക് അറിയുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു അറിവ് എന്ത് ചെയ്യണം? വേണം. അതേപോലെ ഈ നാവിഗേഷൻ ബാർ എന്നുള്ളത് വെബ്സൈറ്റിലുള്ള മുകളിൽ കാണുന്ന ഒരു സെക്ഷൻ ആണെന്നുള്ളത് ഒരു അറിവ് വേണം. ട്രാൻസ്പെറന്റ് ആവണം എന്നുള്ളത് ഒരു അറിവ് വേണം. അപ്പൊ ആ ഒരു അറിവ് എന്ത് ചെയ്യാം? നമുക്ക് ഈ ടൂളിൽ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ഓൾറെഡി തന്നുണ്ട് ഇവിടെ. ഓക്കെ, ഐ ഹാവ് കംപ്ലീറ്റ് പ്രൊഫഷണൽ ഏജൻസി വെബ്സൈറ്റ് ഫോർ യു. കീ ഹൈലൈറ്റ്സ്, പ്രീമിയം എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ റൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് റൺ ചെയ്ത് തരും. തൽക്കാലം ഞാൻ റൺ ചെയ്യുന്ന അറിയുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യും? npm റൺ ഡേവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആന്റിഗ്രാവിറ്റി ഉണ്ടാക്കിയ വെബ്സൈറ്റ് ആണ്. ഇതിൽ എന്ത് ചെയ്യാം? ജെമിനി 3.1 ജെമിനി 3 ഫ്ലാഷ് കൊടുത്തുകൊണ്ടാണ് എന്താ ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നത്. ഇത് ഈവൻ ഈ ജെമിനി 3 പ്രോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഇതിൽ കുറച്ച് ഇഷ്യൂസ് വന്നത് ഇപ്പോൾ എന്താ, കുറച്ച് ലോ ലെവൽ മോഡൽ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ ഈവൻ ഇഷ്യൂ വന്നെങ്കിൽ പോലും എന്ത് ചെയ്യാം? നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനോട് പറയാം, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇത് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന് കൊടുത്താലും മതി. ഓക്കെ, ഹൗ കൻ ഐ മേക്ക് സ്റ്റോക്ക് അനാലിസിസ് AI web and train the AI? ഈ സ്റ്റോക്ക് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള ഡാറ്റ എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. സ്റ്റോക്ക് അനാലിസിസ് AI വെബ് ആപ്പ് ആൻഡ് ട്രെയിൻ ദ AI. ഈ മെഷീൻ ലേണിംഗ് കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഒരു ഇതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ AI ടൂൾസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അതായത് മെഷീൻ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ചുകൂടെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ തന്നെ ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് എന്താ, ഞാൻ ഇങ്ങനെ കുറച്ച് ഡാറ്റകൾ തരും. അപ്പൊ ആ ഡാറ്റകളിൽ എന്താ കുറച്ച് റെഫർ ചെയ്തിട്ട് ഇന്ന ഡാറ്റകൾ ഈ ഗ്രാഫ് എന്താ ഇപ്പൊ എന്താ സ്റ്റോപ്പ് ലോസ് ഇത്ര താഴെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെക്കാട് ഇത്ര താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്താ എക്സിറ്റ് ആക്കണം, അല്ലെങ്കിൽ കുറച്ച് എന്താ ചെയ്യാം? ഇപ്പൊ എന്താ ട്രേഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഓൾറെഡി ഇതിനൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കണം അതിന്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി നമ്മുടെ ഈ ജെമിനി 3 API
അതേപോലെ ഈ ChatGPT API ഒക്കെ അവൈലബിൾ ആണ്. ഈ API നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു AI അനാലിസിസ്, സ്റ്റോക്ക് അനാലിസിസ്, വെബ് ആപ്പ് ഒക്കെ ഉണ്ടാകാം. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആണ് ഈ ഡാറ്റകളൊക്കെ ജെമിനയിലും ChatGPT-യിലും ഒക്കെ. അപ്പൊ ഇതിന്റെ API വാങ്ങി കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും. അതാണ് ഞാൻ പറഞ്ഞത്, ഡെവലപ്പറിന്റെ അടുത്ത് ഡെവലപ്പിംഗ് എന്ന രീതിയിലല്ല, നമ്മളൊരു മെന്റൽ എന്താ പറയാ ഉള്ളിൽ വേണം അതിനെ പറ്റിയുള്ള ഐഡിയകൾ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഡാറ്റ തരും എന്നുള്ള രീതി. ഓക്കെ, അതുപോലെ ക്യാൻ വി മേക്ക് ഫ്ലട്ടർ പ്രോജക്റ്റ് ഓൺ ആന്റിഗ്രാവിറ്റി. ആന്റിഗ്രാവിറ്റിയിൽ ഫ്ലട്ടറും PHP ലറാവലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും പറ്റും. ഇതിപ്പോ ഞാൻ നെക്സ്റ്റ് ഡേയ്സ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞത്. ഇതിലിപ്പോ ബഗ് വന്നത്, ഇപ്പൊ ബഗ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ദിസ് വെബ്സൈറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഫിക്സ് ചെയ്ത് തരും. ഇപ്പൊ ഏത് ടെക്നോളജി ആണെങ്കിലും എന്ത് ചെയ്യും, ചെയ്തു തരും. ഓക്കെ, ഹലോ സാർ, ഓഡിബിൾ ആണോ? അതെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പം കുറെ ടൂൾസ് ഒക്കെ വന്നു, ഇപ്പം ആന്റിഗ്രാവിറ്റി ആയിക്കോട്ടെ, കർസർ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനത്തെ ടൂൾസ് ഒക്കെ വരുമ്പോൾ ഈ ഹയറിംഗിന്റെ സ്റ്റേജസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? ഇപ്പം ആദ്യം ഉണ്ടായ പോലെ DSA ഫോക്കസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ്, ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ ഇനിയിപ്പം ഒരു 24 hours ഒരു ഫുൾ പ്രൊജക്ട് ബിൽഡ് ചെയ്യുക ടൂൾസ് വെച്ചിട്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ മാറുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഹയറിംഗിൽ മാറുന്നുണ്ട്. കാരണം ഹയർ ചെയ്യുന്നത് കുറഞ്ഞുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഹയറിംഗ് കൂടി എന്നുള്ള കണക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ കമ്പനീസ് പൊതുവെ വേ ഓഫ് ചെയ്യുന്ന എണ്ണം കൂടിയുണ്ട്. ഇപ്പൊ സാറിന്റെ കമ്പനി ആയിക്കോട്ടെ, ഇപ്പം പ്രൊഡക്ടിവിറ്റി കൂടുമ്പം അവിടെ പ്രൊജക്ട്സ് കുറെ കിട്ടുകയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ജോബ്സ് കുറയാണ് ചെയ്യുന്നത്? അത് ഇപ്പോഴത്തെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനീസ് എല്ലാവരും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഇൻഫോസിസ്, ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. IT കമ്പനീസിന്റെ സ്റ്റോക്ക് എന്താ ഒരു 1 year അല്ലെങ്കിൽ 6 months ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, അത്രയല്ല, ഇപ്പൊ ഒരു ഫെബ്രുവരി ഒരു 5 മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരി 5 മുതൽ എന്ത് ചെയ്യുക, ഇടിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, IT കമ്പനീസിന്റെ സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായി ഹ്യൂമണെക്കാട്ടും എന്ത് ചെയ്യുക ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടൂള്, ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആപ്പ് എന്ത് ചെയ്യാം, ഒരു ടൂൾ ഈ ക്ലോഡ് കോഡിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ IT കമ്പനീസ് മൊത്തം സർവീസാണ് ചെയ്യുന്നത്. അതായത് US കമ്പനീസിനും ബാക്കിയുള്ള ഇന്റർനാഷണൽ കമ്പനീസിനും ഒക്കെ വെബ്സൈറ്റും കാര്യങ്ങളും സൊല്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി അല്ല ഇവര്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ഇവര് അത്രയും എന്ത് ചെയ്യാം, ഇപ്പോൾ 1000 പ്രൊജക്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10,000 ആൾക്കാർ എന്ത് ചെയ്ത് ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ IT കമ്പനീസ് ഒക്കെ. അപ്പൊ ഈ 10,000 ആൾക്കാർ വേണ്ട, ശരിക്കും 1000 പ്രൊജക്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5,000 ആൾക്കാർക്ക് ചെയ്യാവുന്ന പ്രൊജക്ട് അല്ലെങ്കിൽ 2,000 ആൾക്കാർക്ക് ചെയ്യാവുന്ന പ്രൊജക്റ്റേ ഉണ്ടാവും അത്. അപ്പൊ എന്ത് ചെയ്യും, ബാക്കി ഒരു 8,000 ആൾക്കാർ എന്ത് ചെയ്യും, ലേ ഓഫ് ചെയ്യും. ആദ്യം ഒരു ബെഞ്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഉണ്ട്. കുറെ കാലം പ്രൊജക്റ്റ് ഒന്നും ഇല്ലാതെ ബെഞ്ചിലിരിക്കും, പിന്നെ പറയും ലേ ഓഫ്, അതായത് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടും. ആ രീതിയിലേക്കുള്ള രീതിയിലാണ് കമ്പനീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ ജൂനിയർ ലെവൽ ഡെവലപ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, വേണ്ടാന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ ഒരു ടൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ജോബിന് ഓറിയന്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ജൂനിയർ ഡെവലപ്പർ എന്നുള്ള രീതിയിലേക്ക് കയറരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, നമ്മുടെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അത്രയും കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി CEO ആയിട്ട് വേണം ആലോചിക്കാൻ. ആ കമ്പനീനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പൊ ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, വന്നുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടിയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ എല്ലാ കമ്പനീസും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിണ്ടോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് കോളേജ് ഗ്രാജുവേറ്റ് ആയ ഉടനെ തന്നെ ജോബ് അപ്ലൈ ചെയ്യാതെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഒക്കെ ചെയ്ത് ഇന്ന മന്ത് മുതൽ ഞാൻ അപ്ലൈ ചെയ്യും, അത് മുതൽ ഇത്ര സ്കിൽ ഉണ്ടാക്കണം, കമ്പനീസിൽ എന്തൊക്കെയാ വേണ്ടത്,
ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ സ്പെഷ്യലായിട്ട് വേറെ തന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി എന്നിട്ട് വേണം എന്ത് ചെയ്യണം ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ജൂനിയർ ലെവലിലുള്ള രീതിയിലേക്ക് അപ്ലൈ ചെയ്യരുത് ഒരിക്കലും. കാരണം ജൂനിയർ ലെവലിൽ ആൾക്കാരെ ശരിക്കും കമ്പനീസിന് വേണ്ട ഇപ്പോഴത്തെ രീതിയിൽ കേട്ടോ. കാരണം ജൂനിയർ ലെവൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഈവൻ ഒരു സീനിയർ ഡെവലപ്പ് ഇപ്പൊ ക്ലോഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സീനിയർ ഡെവലപ്പേഴ്സ് പോലും യൂസ് ചെയ്യുന്നത് ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞ ടൂളാണ്. കാരണം അവർ പോലും കോഡ് ചെയ്യുന്നില്ല, അവർ പോലും യൂസ് ചെയ്യുന്നത് AI ടൂൾസാണ്. എന്നിട്ടാണ് ഒരു AI ക്ലോഡ് എന്ന് പറഞ്ഞ കമ്പനി AI ഡെവലപ്മെന്റ് ഒരു AI ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ആ AI പ്രൊവൈഡ് ചെയ്യാൻ പോലും ഇവർ AI ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ കോഡ് ഇപ്പോൾ എവിടെയും റൺ ചെയ്ത് വരുന്നില്ല, എവിടെയും അല്ല, ഹയർ കമ്പനീസിൽ ടോപ്പായിട്ട് നിൽക്കുന്ന വേൾഡിൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഇപ്പൊ ബില്യൺ കണക്കിന് ഡോളേഴ്സ് ആണ് ഇപ്പോൾ ക്ലോഡില്, ChatGPT, ഓപ്പൺ AIയിലൊക്കെ എന്ത് ചെയ്യുന്നത് ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം എന്ത് ചെയ്യുന്നു, ഇവരെടുത്തു നിന്നുള്ള സർവീസ് നമുക്ക് കിട്ടേണ്ടി വരും, നിർബന്ധമായിരിക്കും. കാരണം നമ്മൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും കാണാതെ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. അപ്പൊ ഞാനിവിടെ ആന്റി ഗ്രാവിറ്റി യൂസ് ചെയ്യുന്ന ആന്റി ഗ്രാവിറ്റിക്ക് ഇവിടെ ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും എന്ത് ചെയ്യണം, പേ ചെയ്യണം. അതേപോലെ കോഡ് ചെയ്യുന്ന എല്ലാവരും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര റവന്യൂ കിട്ടും. ആ റവന്യൂ കണ്ടുകൊണ്ടാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇതേപോലെ ഇതേപോലെ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, ഇപ്പൊ ഹോളിവുഡ് ഫിലിംസ് പോലും എന്ത് ചെയ്യുന്നുണ്ട് AI വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ ടൂൾസുകൾ ഗൂഗിൾ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കോഡിങ്ങിന് വേണ്ടിയിട്ടും വീഡിയോ ജനറേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വേണം ചിന്തിക്കാൻ. ഇപ്പോൾ കോളേജിൽ ഇപ്പൊ എന്ത് ചെയ്യാ അധികം പഠിപ്പിച്ചു തരാൻ ചാൻസ് ഇല്ല. കാരണം അവർ പറയുക എന്ത് ചെയ്യാ നമ്മൾ AI ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാ നമുക്ക് നമ്മളെ ഒരു വില എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ കോളേജസ് പറയും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും നടക്കുന്നത്. നമ്മളെ എന്ത് ചെയ്യാ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ പറ്റും. കാരണം വേറൊരാൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഹയർ ചെയ്ത് കൊണ്ടുപോയി ഇവിടെ പോയി പഠിപ്പിച്ച് അവിടുന്ന് കോഡിങ് പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇൻഫോസിസ് ഒക്കെ വന്ന് ഹയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഹയർ ചെയ്യുക. എന്നിട്ട് അവിടുന്ന് അവർ പഠിപ്പിക്കുക ചെയ്യുക. ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ പഠിപ്പിക്കുക എന്നുള്ള രീതി അവരെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ടൂൾസ് എന്തെങ്കിലും മാത്രമേ പഠിപ്പിച്ചു കൊടുക്കൂ. ബാക്കി കോഡിങ്ങും ബേസിക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിച്ച് അറിഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. DSA questions on German should be known DSA language. ഈ DSA ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു 1000 ആൾക്കാർ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 1000 ആൾക്കാരിൽ എടുക്കുന്ന അവിടെ ഒരു 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണമല്ലോ. അതിനാണ് ഇപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും കോഡ് ചെയ്യാൻ അറിയാം, എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം, ഇപ്പോൾ എല്ലാവർക്കും AI ടൂൾസ് യൂസ് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ള ആൾക്കാർ ഒഴിവാക്കണമല്ലോ. അപ്പോൾ നമ്മൾ DSA ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ കുറെ ജാവാസ്ക്രിപ്റ്റിൽ കുറച്ച് മാപ്പ് ചെയ്യുക, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ കുറെ ടേംസുകൾ ചോദിക്കും, അതറിയോ ഇതറിയോ, അതൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പൊ PSC അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ PSCയിൽ വരുന്ന ചോദ്യങ്ങളല്ലല്ലോ അവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വേറെ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. DSA ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, വലിയ കമ്പനീസിലൊക്കെ എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിന് പോകാൻ പാടുള്ളൂ. അതേപോലെ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ടേംസ് കുറെ സാധനങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇന്റർവ്യൂവിന് പോകാൻ പാടുള്ളൂ. പക്ഷെ അണ്ടറിൽ എന്ത് ചെയ്യണം, ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. കാരണം ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ എത്തുന്ന ടൈമിൽ നമ്മുടെ മുമ്പിൽ ഇന്റർവ്യൂവിന് ചോദിച്ച കാര്യങ്ങളൊന്നല്ല ഉണ്ടാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക, ഈ കോഡിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒരു കോഡ് അവർ ഓൾറെഡി ചെയ്ത് വെച്ച കോഡിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അവർ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാവുമെങ്കിൽ ഇവിടെ ഇമേജ് ആണ്, ഇതിന്റെ താഴെ ഡിവ് വന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാവാനുള്ള ഒരു നോളജ് എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മളെടുത്ത് അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ AI ചോദിച്ചാൽ AI ചെയ്തു തരും. പക്ഷെ അത് മാത്രം പോരാ, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പരിഹരിക്കാൻ പറ്റണം. എന്താണ് AI ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റണം.
ഇവിടെ പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാക്കേജ് ഡോട്ട് ജേസണിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഐഡിയ വേണം. ഇപ്പൊ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്തത്? നെക്സ്റ്റ് ജേസ് ആണ്. നെക്സ്റ്റ് ജേസിന്റെ ഏത് വേർഷനാണ് അത് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് 16 ആണെന്നുള്ളത് പാക്കേജ് ഡോട്ട് ജേസണിൽ നോക്കിയാലേ കാണാൻ പറ്റുന്നുള്ളത് അറിയണം. അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, AI ടൂൾസിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, AI ഇവിടെ ഈ വെബ്സൈറ്റ് എന്താ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആക്കി തരും. അപ്പൊ നമ്മൾ AI-നോട് തന്നെ പറയും എന്ത് ചെയ്യും, ഇതൊന്ന് പ്രൊഡക്ഷൻ റെഡി ആക്കി തരുമോ, ഇതിൽ ഞാൻ എന്നെ ഡാറ്റ ഒക്കെ തരാം, അതൊന്ന് മാറ്റി ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് റെഡി. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് വെബ്സൈറ്റ് റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഹോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ ഉണ്ടാക്കി ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി AI ചെയ്തതാണ്. ഞാൻ ഇതിനകത്ത് കോഡിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ഒന്നും ചെയ്തില്ല. ഞാൻ ഇന്ന് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ അകത്തൊന്നും ചെയ്തില്ല, ജസ്റ്റ് AI മാത്രം വെച്ച് ചെയ്ത വെബ്സൈറ്റുകളാണ്. ജസ്റ്റ് പ്രോംപ്റ്റ് മാത്രം കൊടുത്തിട്ട്. ഓക്കെ, ഒരു CS കോളേജ് സ്റ്റുഡൻറ് കരിയർ പ്രോഗ്രസ് ജൂനിയർ വാങ്ങിക്കാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CS ഗ്രാജുവേറ്റ് ആയി എന്നുള്ളത് ഒരു ഒരു CS ഗ്രാജുവേറ്റ് ആയി എന്നുള്ളത് ഒരു ജോബ് കിട്ടാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലേക്കും ആലോചിക്കരുത്. ഇപ്പൊ 9th സ്റ്റാൻഡേർഡ് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 lakh സാലറി ഉള്ള CS ജോബ് കിട്ടുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗ്രാജുവേറ്റ് ചെയ്തെന്നുള്ളതല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഗ്രാജുവേറ്റ് ചെയ്തെന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ജസ്റ്റ് അതൊരു വേറെ കാറ്റഗറി തന്നെയാണ്. നമ്മൾ ഇവിടെ ഈ ജോബ് ഇത് വേറൊരു മേഖലയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ തന്നെ എന്ത് ചെയ്യാം, പഠിക്കണം, കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഈ IT കമ്പനീസ് മോസ്റ്റ്ലി IT കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത് വേർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞ് പ്രോഡക്റ്റ് ലെവലിലേക്കൊക്കെ ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, കമ്പനിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കമ്പനിയിൽ പോയിട്ട് പഠിക്കാന്നുള്ള രീതിനെക്കാട്ടും നല്ലത് പഠിച്ചതിന് ശേഷം കമ്പനിയിൽ പോകുന്ന. കാരണം എന്ത് ചെയ്യാ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഓൾറെഡി അവിടെ ലേ ഓഫ് നടക്കുന്ന ടൈം ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിവില്ലാത്ത സമയമാണെങ്കിൽ ആ ഒരൊറ്റ ഇന്ന സാധനം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യില്ല പറ്റും. കമ്പനീസിന് അങ്ങനെ ഇത്ര മന്ത്സ് നമ്മളെ കൊണ്ട് നടക്കാന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേ ഓഫ് ചെയ്യാന്നുള്ള രീതിയാണ് കമ്പനീസ് പോകുന്നത്. കമ്പനീസിന് പ്രോഫിറ്റ്സ് മാത്രമേ മുഖ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഈവൻ വലിയ കമ്പനീസ് TCS പോലും, TCSനൊന്നും വേ ഓഫിൽ അധികം ഇല്ലാത്ത കമ്പനിയായിരുന്നു TCS. ഈവൻ TCS പോലും എന്ത് ചെയ്യാം, ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ ഈവൻ വിപ്രോ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ TCS ഒഴിവാക്കിയിരിക്കാൻ പറ്റില്ല. കാരണം വിപ്രോ അവർക്ക് 10 ലക്ഷത്തിന് പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ TCS 20 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അതിന് വില്ലിങ് ആവൂല. അപ്പോൾ TCS എന്ത് ചെയ്യും, അപ്പൊ ഞങ്ങൾ 10 ലക്ഷത്തിന് ചെയ്തു തരാമെന്ന് അവരോട് പറയണമെങ്കിൽ ഈ ബാക്കിയുള്ള ഒരു 10,000 ആൾക്കാർക്ക് കൊടുക്കുന്ന സാലറി എന്ത് ചെയ്യാൻ കട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വേ ഓഫ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളായിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളും ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്യാം, വലിയ കമ്പനീസിൽ അപ്ലൈ ചെയ്യാം. CS ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഒരു പഠനം നടത്തി ഏത് കാറ്റഗറിയിലാണ് നമുക്ക് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇന്റേൺഷിപ്പ് എടുത്ത് ആ ഇന്റേൺഷിപ്പിന്റെ ബേസിൽ നമ്മൾ വേറെ കമ്പനിയിൽ അപ്ലൈ ചെയ്ത്, ഇന്റേൺഷിപ്പ് വേണമെന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്താലും മതി. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് ആ പ്രോഡക്റ്റ് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കമ്പനീസിൽ കയറാൻ പറ്റും. ആ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കൂടെ പറ്റണം, വെറും AI വെച്ച് മാത്രം ചെയ്യരുത്. ഓക്കെ, അപ്പോ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ?
Can you please show how to host this dialog and ഇപ്പൊ തൽക്കാലം നമ്മളെ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ ഹോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഗിറ്റബിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഗിറ്റബിൽ പോയിട്ട് അവിടെ ഒരു ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് പ്രൊജക്ടിന്റെ റെപ്പോസിറ്ററി നെയിം അടിക്കുക, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. അപ്പൊ ഒരു ഡീറ്റെയിൽസ് വരും. ആ ഡീറ്റെയിൽസ് മൊത്തം കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിടുക. ഈ കേസറിന്റെ ഐഡിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതന്നെ ഹോസ്റ്റ് ചെയ്തിരും ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഗിറ്റബ് റെപ്പോസിറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് ഡിപ്ലോയ് ചെയ്യാനും പറ്റും. ഗിറ്റബിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഗിറ്റബിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമൈൻ നെയിം ഗിറ്റബിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഡൊമൈൻ നെയിം വേറെ വാങ്ങുകയാണെങ്കിൽ ആ ഡൊമൈനിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. CI/CD പൈപ്പ് ലൈൻ ഒക്കെ ആണെങ്കിൽ ഗിറ്റബിൽ നിന്ന് എന്ത് ചെയ്യാം, ഗിറ്റബിലേക്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നേരെ ഡിപ്ലോയ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യാം, ഈ ആന്റിഗ്രാവിറ്റിയിൽ തന്നെ എന്ത് ചെയ്യാം, ആന്റിഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യുക, ഒരു SSH ടൂൾ ഉണ്ട്. ഈ SSH ടൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ സെർവറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സെർവറിൽ എന്ത് ചെയ്യുക, ഈ കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ കമാൻഡ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇന്നൊരു ഗിറ്റബ് റെപ്പോസിറ്ററി ഉണ്ട്, ഈ സാധനം ഒന്ന് ഹോസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്ത് തരും. സിമ്പിളായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റ് ആണ് ഡെവലപ്പ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ വേഴ്സൽ എന്ന് പറഞ്ഞാൽ Next.js ആയതുകൊണ്ട് വേഴ്സൽ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. വേഴ്സലിൽ പോവാ ഹോസ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ട് വേഴ്സലിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക. സിമ്പിളാണ്. ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ നമ്മൾ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. സെഷൻ കൺക്ലൂഡ് ചെയ്യാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് Shamlal for such an insightful session, and we truly appreciate your time and the knowledge you shared with us today. And to all the participants, thank you everyone for joining. നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. So once again, thank you everyone and have a great day. Bye.